ചെമ്പനിപ്പൂ സീരിയലിലെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമൻ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. സച്ചിയും അതുപോലെ രേവതിയും കൂടി ചേർന്നിട്ട് വയസ്സായിട്ടുള്ള ഒരു അച്ഛനും അമ്മയും കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവർക്ക് വേണ്ടിയിട്ട് മുണ്ടും ഷർട്ടും സാരിയും ഒക്കെ മേടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അവർക്ക് നേരെ അത് നീട്ടുന്നുണ്ട്. ഇത് നിങ്ങൾക്കുള്ള ഡ്രസ്സാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്, ആ സമയത്ത് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ചെലവെന്ന് ചോദിക്കുകയാണെ. ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് പണം ഉണ്ടാക്കുന്നത് ഞങ്ങളെ സ്നേഹിക്കുന്നവരെ സന്തോഷിപ്പിക്കാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മേടിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ആ സന്തോഷം കാണാനും വേണ്ടിയിട്ടാണ്. രേവതിയുടെ ഈ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും പറയുന്നുണ്ട്, ഞങ്ങളുടെ സ്വന്തം ബന്ധങ്ങളും എല്ലാവരും ഞങ്ങളെ ഉപേക്ഷിച്ചു, എന്നാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് ഒരുപാട് സന്തോഷം. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ഉയരങ്ങളിൽ എത്തുന്നൊക്കെ ആ വയസ്സായിട്ടുള്ള അച്ഛൻ പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ ഒരുപാട് ഉയരത്തിൽ എത്തണമെന്നൊന്നുമില്ല. മനുഷ്യർക്ക് എത്ര ഉയരത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ ഉയരത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും. ഇപ്പൊ തന്നെ സന്തോഷമായിട്ട് ഇരിക്കുന്നത്, ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് എന്നും ജീവിച്ചാൽ മതി. രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ആ ഡ്രസ്സ് രണ്ടുപേർക്കും കൊടുക്കുന്നത്. കൊടുത്തതിന് ശേഷം ഇരുന്നുകൊണ്ട് തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് സച്ചിയും രേവതിയും പറയുന്നുണ്ട്, രണ്ടുപേരും 100 വർഷം സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അനുഗ്രഹിക്കുകയാണ്. അതിനുശേഷം ആ അച്ഛനാണെന്നുണ്ടെങ്കിൽ പണം സച്ചിക്ക് നേരെ നീട്ടുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് സച്ചി ചോദിക്കുമ്പോഴാണ്, ആശീർവാദം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പണം കൊടുക്കണം എന്നാണ് നാട്ടുനടപ്പ്. വലിയ പണമൊന്നുമല്ല, ഒരു ചെറിയ കോയിനാണ് കേട്ടോ കൊടുക്കുന്നത്. ആ പണം മേടിച്ചിട്ട് ഈ 1 രൂപ മതി. സന്തോഷത്തോട് കൂടിയിട്ട് ഒരാള് നമുക്ക് 1 രൂപ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 100 കോടിക്ക് സമമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി ആ പണം പോക്കറ്റിലിടുന്നത്. പിന്നെ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, ഞങ്ങളുടെ വീട്ടില് പൂജ നടക്കുന്നുണ്ടെന്ന് സച്ചി പറഞ്ഞു തുടങ്ങുമ്പോഴേ രേവതി ആണെങ്കിൽ സച്ചിയുടെ 1 മിനിറ്റ് ഒന്ന് വന്നേന്ന് പറയുന്നുണ്ട്. ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് അവരുടെ അരികിൽ നിന്ന് മാറി നിന്നിട്ടാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. നീ എന്താണ് രേവതി അവരുടെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് മുഴുവനാക്കാൻ സമ്മതിക്കാതെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? നിങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത് വീട്ടില് കൊലു വെക്കുന്ന ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അതിന് ക്ഷണിക്കാനല്ലേ പോയത്? അത് നിങ്ങൾ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അതെന്താ രേവതി, അവരും പൂജയിൽ വന്ന് പങ്കെടുക്കുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ? അതെല്ലാം സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്റെ വീട്ടിൽ നിന്ന് തന്നെ എന്റെ അമ്മയും അതുപോലെ അനിയത്തി വരുമ്പോഴേക്കും നിങ്ങളുടെ അമ്മ വായ തുറന്ന കാര്യങ്ങളെല്ലാം വിളിച്ചു പറയും. അവർക്ക് എന്തോരം മര്യാദ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷെ അവർക്ക് ഇപ്പോഴത്തെ ശീലായി. എന്നാൽ ഈ പാവം അച്ഛനും അമ്മയും അവര് വയസ്സായവരാണ്. അവരെ വെറുതെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയിട്ട് നിങ്ങളുടെ അമ്മയുടെ വായിലിരിക്കുന്നത് കേൾപ്പിക്കണോ? ഒന്നാമത് നിങ്ങളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഗൗരവം നോക്കുന്ന ആളാണ്. പണത്തിന്റെ തട്ട് വെച്ചിട്ടേ നിങ്ങളുടെ അമ്മ ഓരോരുത്തരെ തൂക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കത് വിഷമായിട്ട് മാറുമെന്ന് പറയാണേ. ഇതെന്താ രേവതി, അമ്മ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെല്ലാം ഞാൻ നോക്കിക്കോളാം. ഇവരെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അത് സന്തോഷമായിട്ടുള്ള കാര്യമല്ലേ? അമ്മയുടെ വായ തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. അത് നടക്കുന്ന കാര്യമാണെന്ന് സച്ചിയുടെ അടുത്ത് രേവതി ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇവർ വരുന്ന സമയത്ത് അമ്മ ഒന്നും പറയരുത്, അത്രയല്ലേ നിനക്ക് ആവശ്യമുള്ളൂ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അമ്മ അതുപോലെ കേൾക്കൂ. ഞാൻ വന്ന കാലം മുതൽ എന്നെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾക്കത് നിർത്താൻ വേണ്ടി പറ്റുന്നുണ്ടോ? നീ എന്താ രേവതി ഇങ്ങനെ പറയുന്നത്? അമ്മ പറയുന്നതിനൊക്കെ ഞാൻ കൃത്യമായിട്ട് ചോദ്യം ചെയ്യാറില്ലേ? എന്നിട്ടും നിങ്ങളുടെ അമ്മ പറയുന്നതൊന്നും നിർത്തിയിട്ടില്ലല്ലോ. അമ്മയുടെ വായൊന്നും അങ്ങനെ അടയ്ക്കാൻ വേണ്ടി പറ്റില്ല. അത് അമ്മയുടെ ഗുണമാണ്. നീ വന്നത് മുതൽ അവരങ്ങനെ തന്നെയല്ലേ സംസാരിക്കുന്നത്? അതെ, അതെന്റെ വിധിയാണ്, എനിക്ക് അതേ വിധിച്ചിട്ടുള്ളൂ. അതെന്താ രേവതി നീ അങ്ങനെ പറയുന്നത്? എന്നെയും കൂടി ചേർത്ത് പറയുന്നത് പോലെ ഉണ്ടല്ലോ. ഞാൻ സച്ചേട്ടനെ കുറിച്ചിട്ടല്ല അങ്ങനെ പറഞ്ഞത്, നിങ്ങൾ വെറുതെ അങ്ങനെ വിചാരിക്കൊന്നും വേണ്ട. ചേട്ടനും അമ്മയുടെ സ്വഭാവങ്ങളുണ്ട്. എത്രയായാലും നിങ്ങളും അവരുടെ മകനല്ലേ. എനിക്ക് അങ്ങനെ അമ്മയുടെ സ്വഭാവമൊന്നുമല്ല, എന്റെ അച്ഛന്റെ സ്വഭാവമാണെന്നാണ് സച്ചി പറയുന്നത്. ആര്? അച്ഛന്റെയോ? അച്ഛൻ എത്ര ശാന്തനാണ്. എനിക്ക് എന്റെ അച്ഛമ്മയുടെ സ്വഭാവമാണ്. മനസ്സിൽ എന്താണ് തോന്നുന്നത് വെച്ചാൽ അത് ഞാൻ പറയും. എന്റെ അച്ഛമ്മ എന്നെ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്. പിന്നെ ഇവരെ ഞാൻ കൂട്ടിയിട്ട് എന്തായാലും വീട്ടിലേക്ക് പോകുന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ ഒന്ന് സച്ചിട്ട് നിൽക്ക്. അമ്മ വെറുതെ അവരുടെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയും. എന്നാൽ ഇത് കേട്ട സച്ചി പറയുന്നത്, ഇങ്ങനെ ഭയന്നോണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് തോന്നുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ സച്ചി അവരെ വിളിക്കുന്നു പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് രേവതി വേണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുന്നുണ്ട്. ഞാൻ വിളിക്കുന്നല്ലേ പറയുന്നത്, വേണ്ടാന്നല്ലേ സച്ചിട്ടാ ഞാൻ പറയുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിക്കുവാണേ. ഇത് കേട്ടും കൊണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ അവരുടെ ചുറ്റിനും നിൽക്കുന്നുണ്ട്. ഞാനിപ്പോ വിളിക്കും രേവതി, നീ വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അടിയുണ്ടാക്കണല്ലോ. ഇത് കണ്ടുകൊണ്ട് വന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ നടു റോട്ടിൽ നിന്നുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിയുണ്ടാക്കുന്നത്? വീട്ടിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണോ ഇവിടെ വന്ന് അടിയുണ്ടാക്കുന്നത്? അല്ലെങ്കിലും ഈ ആണുങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഭാര്യമാരെ മനസ്സിലാക്കാതെ
വെറുതെ ചീത്ത വിളിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യും. ഇതെല്ലാം എല്ലാവരുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. പക്ഷേ അത് 4 ചുമരിന്റെ ഉള്ളിൽ ഒതുങ്ങണം. അങ്ങനെ ഓരോരുത്തർ ചേർന്ന് സച്ചിയും രേവതിയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണുങ്ങളൊക്കെ സച്ചിയെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ എന്ത് പെണ്ണാണ് ഇവള് എന്ത് സംസാരിക്കുന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് സച്ചിൻ രേവതിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, ഈ 4 പേര് 4 വിധത്തില് സംസാരിക്കുന്നു കേട്ടിട്ടുണ്ട്. അവര് നിങ്ങളൊക്കെയാണോ? നിങ്ങളെല്ലാവരും ഓരോ വഴിക്ക് പോകാൻ നോക്ക്, എന്നിട്ട് അവരവരുടെ ജോലി ചെയ്യാൻ നോക്കെന്ന് പറഞ്ഞിട്ട് സച്ചി അവരെല്ലാം ഓടിച്ചു വിടാൻ വേണ്ടി പോകുമ്പോ രേവതി പറയുന്നുണ്ട്, ചുമ്മാ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം സംസാരിച്ചു, അത്രേ ഉള്ളൂ. സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിയുണ്ടാക്കുമ്പോൾ എങ്ങനെയായിരിക്കും ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഓരോ വഴിക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇവരുടെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി വന്ന് നമ്മളെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് രേവതി വീണ്ടും പറയുന്നത്, സച്ചിയേട്ടാ ഞാൻ പറയുന്നത് പോലെ തന്നെ അവരെ വിളിക്കാതിരിക്കുന്നതാ നല്ലത്. ശരി, ഇനി കുറച്ചു നേരം കൂടി ഇവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇതിലും കുറച്ചും കൂടി ആൾക്കാർ വന്നേനെ. എന്തായാലും നമുക്ക് അവരുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട് അവരുടെ അരികിലേക്ക് ചെല്ലുവാണ്. അവർ തിരിച്ചു വന്നതിന് ശേഷം സച്ചിയുടെ അടുത്ത് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടോ, നിങ്ങൾ എങ്ങോട്ടാ പോയത്, എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, ഞാൻ നിങ്ങളെ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാന്ന് വിചാരിച്ചു, പക്ഷെ രേവതിയാണെന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. അവള് പറഞ്ഞത് ശരി തന്നെയല്ലേ മോനെ, ഞങ്ങള് വയസ്സായിട്ടുള്ള ആൾക്കാരല്ലേ, എങ്ങോട്ടാണ് മോളെ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വിട്ടേക്ക് അമ്മേ, ഞങ്ങള് ഇനിയൊരു ദിവസം വരാം, എന്നിട്ട് നിങ്ങളെ ബീച്ചിലും അതുപോലെ തന്നെ ഹോട്ടലൊക്കെ കൊണ്ടുപോയിട്ട് ഭക്ഷണമൊക്കെ മേടിച്ചു തരാട്ടോ എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, നീ മഹാലക്ഷ്മിയാണ് മോളെ എന്നൊക്കെ ആ അമ്മയും രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്. മോളെ, നിന്നെ നോക്കാൻ വേണ്ടിയിട്ട് നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയിരിക്കുന്നത്, പിന്നെ നീ ജീവിതത്തിൽ എന്തിനാണ് ഭയക്കുന്നത്, എല്ലാം നല്ല രീതിയിൽ തന്നെ പോകും. കേട്ടല്ലോ രേവതി, കറക്റ്റ് ആയിട്ടാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനച്ചാ, ഇവൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങള് പിന്നൊരു ദിവസം വരാം എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവുകയാണ്. ഇരിക്കുന്നത് മീരയുടെ വീട്ടിലാണ് കേട്ടോ ശ്രുതിയുള്ളത്. ശ്രുതിക്ക് വേണ്ടിയിട്ട് ചായ ഒക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് മീര. അത് കഴിഞ്ഞിട്ട് മീര ചോദിക്കുന്നത്, നമ്മള് ഇപ്പൊ 2 തവണ ട്രൈ ചെയ്തു സച്ചിയുടെ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ നടന്നില്ല, ഇനിയിപ്പോ എന്താ ചെയ്യാടി? എന്തായാലും ഇത് ഒരുപാട് ലേറ്റ് ആവാൻ വേണ്ടി പറ്റില്ല, കാരണം ആ ദാസ് ആണെന്നുണ്ടെങ്കിൽ പുറകെ നടന്ന് ശല്യം ചെയ്യുവാണ്. സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ദാസ് ആരാണെന്നുള്ള കാര്യം കണ്ടെത്തി കഴിഞ്ഞു. ഉടനെ തന്നെ സച്ചിയുടെ കണ്ണിൽ അവൻ പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനു മുമ്പ് അവനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ വീഡിയോ കിട്ടിയാൽ മാത്രമല്ലേ ആന്റണി എന്തെങ്കിലും ചെയ്യുള്ളൂ എന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ പറഞ്ഞത്? അതെ, അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ആ വീഡിയോ എടുക്കണം. അതിന് എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഇന്ന് കൊലു ഫംഗ്ഷനിൽ എന്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഞാനൊരു ഡാൻസ് പാർട്ടി അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. നിനക്ക് കുറച്ച് കുഴപ്പം കൂടുതൽ തന്നെയാണ് കേട്ടോ ശ്രുതി. നിനക്ക് ഇത്രയും വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു, സച്ചിയുടെ ഫോൺ ആണെങ്കിൽ എടുക്കാനും പറ്റുന്നില്ല. അപ്പോഴാണ് അവൾ ഡാൻസ് കളിച്ചിട്ട് പാർട്ടി വെച്ച് ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഫോൺ എടുക്കാൻ വേണ്ടി തന്നെയാണടി ഈ പാർട്ടി ഞാൻ അറേഞ്ച് ചെയ്യുന്നത്. ഡാൻസ് കളിക്കുന്ന സമയത്ത് എങ്ങനെയാടി ഫോൺ എടുക്കുക? ആ ഡാൻസ് കളിക്കുന്ന സമയത്തുണ്ടല്ലോ സച്ചിയുടെ കയ്യിൽ നിന്ന് ഇന്നലെ രേവതി പാട്ട് പാടുന്ന സമയത്ത് സച്ചി വീഡിയോ എടുത്തില്ലേ, അതുപോലെ അവന്റെ ഫോൺ മേടിച്ചിട്ട് വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും നീ അവന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ നിനക്ക് ഞാൻ കുറച്ച് പണം അയച്ചു തന്നിട്ടുണ്ട് ഫംഗ്ഷന് വേണ്ടി, ഡാൻസിന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. ശരി, അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം എന്ന് മീരയും പറയുന്നുണ്ട്. ഇത് വൈകിട്ട് വീട്ടില് എല്ലാവരും പൂജയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. അതേസമയം സച്ചിക്ക് ഭയങ്കര വലിയൊരു ഡൗട്ടാണ്, ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണോ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങള്, ആണുങ്ങൾക്ക് ഇതുപോലെ പൂജയും കാര്യങ്ങളൊന്നും ഇല്ലേ എന്നുള്ള കാര്യം അച്ഛൻ്റെ അടുത്ത് സംശയം ചോദിക്കുകയാണ്. ഇത് കേട്ട് രവി ആണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോ എന്താ അതിന്റെ ആവശ്യം എന്നുള്ള കാര്യം. അല്ലച്ച, സാധാരണ പെണ്ണുങ്ങൾക്ക് മാത്രം പോരല്ലോ, ആണുങ്ങൾക്കും എല്ലാ കാര്യം വേണ്ടേ. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തുവാണ് കേട്ടോ സച്ചിയെ. അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സച്ചിയുടെ നെറ്റിയിൽ കുറിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തൊട്ട് കൊടുക്കുവാണ്. തുടർന്ന് അങ്ങോട്ടേക്ക് ബാമയാണ് ആദ്യം വരുന്നത്. ബാമയുടെ അടുത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ എന്താ ലേറ്റ് ആയത് എന്ന്. എനിക്ക് ഇതുപോലത്തെ പൂച്ച തന്നെ അറിയുന്ന 2-3 വീട്ടിൽ നടക്കുന്നതുകൊണ്ട് അവിടെയും പോയിട്ടാണ് വന്നതെന്ന് പറയുകയാണേ. രേവതിയെ കണ്ട ഉടനെ തന്നെ അരികിലേക്ക് ചെന്നിട്ട് മാമ പറയുന്നുണ്ട്, ഞാൻ അവിടെ ചെന്നിട്ടും സ്വീറ്റ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ രേവതി നീ ഉണ്ടാക്കുന്ന അത്ര അങ്ങ് പോരാട്ടോ. ഇവിടെ എല്ലാം റെഡിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം റെഡിയാണ്, ആന്റിക്ക് എടുക്കട്ടെ എന്ന് ചോദിക്കാണ് കേട്ടോ നമ്മുടെ രേവതി. വേണ്ട, പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം മതിയെന്ന് ബാമ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് മഹിമ വരുന്നതാണ് കാണിക്കുന്നത്. മഹിമ വരുമ്പോഴത്തേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ പതിവ് പോലെ തന്നെ ഓടിച്ചെന്ന് ഭയങ്കര സ്വീകരണമൊക്കെയാണ് കേട്ടോ. നിങ്ങൾ വരുമോ ഇല്ലയോ എന്നുള്ളത് സംശയത്തിലായിരുന്നു ഞാൻ. അല്ല, വർഷയുടെ അച്ഛൻ വന്നില്ലേ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുകയാണ്. ഉടനെ അതിന് മറുപടിയായിട്ട് സച്ചി അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരുപക്ഷെ അവര് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതായിരിക്കും എന്നുള്ള കാര്യം. അല്ല, പതിവായിട്ട് അങ്ങനെയാണല്ലോ പറയാറ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്ന് സച്ചി കളിയാക്കി പറയുന്നുണ്ട്. എന്നാ വർഷയുടെ അച്ഛൻ വീട്ടിൽ തന്നെയുണ്ട്, അവർക്കും വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇവിടെ ചിലര് വിശേഷപ്പെട്ട ദിവസം എന്തെങ്കിലും ആവുമ്പോ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. നിങ്ങൾ എന്തിനാണ് ചില പേരൊന്നും ഇങ്ങനെ ചുറ്റി വളച്ച് പറയുന്നത്? സച്ചി എന്നുള്ള കാര്യം നേരിട്ട് അങ്ങ് പറഞ്ഞാ പോരെ. ഉടനെ രേവതി മഹിമയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്,
സച്ചേട്ടന് ഇപ്പോ ഇവിടെ ഉണ്ടായ എന്താ കുഴപ്പം? സച്ചേട്ടനും ഈ വീട്ടിലെ കുടുംബത്തിലെ ഒരാൾ തന്നെയാണ്. എല്ലാവർക്കും നല്ലത് മാത്രമേ സച്ചേട്ടൻ വിചാരിക്കാറുള്ളൂ. പിന്നെ മനസ്സ് തോന്നുന്ന കാര്യം അത് അപ്പാടെ വെളിപ്പെടുത്തും. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആർക്കും മോശപ്പെട്ട കാര്യം നടക്കണമെന്നൊന്നും സച്ചേട്ടൻ ഒരിക്കലും വിചാരിക്കില്ല. പിന്നെ ഇവൻ വലിയ മഹാനല്ലേ, നീ എന്തിനാ മഹിമയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ഇല്ല അമ്മേ, സച്ചേട്ടനെ കുറിച്ച് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. വീട് രേവതി, ഇതെന്താ പുതിയതായിട്ടുള്ള കാര്യമാണോ? നമ്മുടെ വർഷയുടെ അച്ഛനുണ്ടല്ലോ, ഈ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഗൗരവ കുറച്ചിലാണ്. അത് നേരിട്ട് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് വേറൊരാളുടെ തലയിലിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതിനെ എന്നെ കിട്ടിയുള്ളൂ. അങ്ങനെ ഗൗരവ് നോക്കുന്ന ഒരാളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാണ് രവി കാണുന്നത് മഹിമ എത്തി എന്നുള്ള കാര്യം. മഹിമ വാ, അവര് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും സച്ചി ഇങ്ങനൊരു ചോദ്യം ചോദിക്കില്ലായിരുന്നു. മകളെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഒരു പ്രാവശ്യം പോലും അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. വന്നപ്പോ തുടങ്ങിയതാണ് ഇവൻ ഓരോന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എന്താ പ്രശ്നം? എന്തായാലും മഹിമ വന്നല്ലോ. തുടർന്ന് വർഷ ചോദിക്കുന്നുണ്ട് കേട്ടോ മഹിമയുടെ അടുത്ത്. അല്ല അമ്മേ, ഞാൻ നിങ്ങൾ രണ്ടുപേരെടുത്തല്ലേ വരാൻ വേണ്ടി പറഞ്ഞത്? വർഷയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് രവിയാണെങ്കിൽ വിട്ടേക്ക് വർഷ, എന്തായാലും അമ്മ വന്നല്ലോ, നിങ്ങൾ എന്തായാലും കയറി ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഉടനെ തന്നെ രേവതിയുടെ അടുത്ത് മഹിമയ്ക്ക് ചായ എടുക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ രേവതി സച്ചി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. മഹിമയോടൊപ്പം ചന്ദ്ര പോയിട്ട് അവളെ അവിടെ കൊണ്ടേ ഇരുത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീകാന്ത് വർഷയുടെ അടുത്ത് ചോദിക്കുന്നത്, നിന്റെ അച്ഛൻ എന്താ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്? ഞങ്ങളുടെ വീട്ടുകാരെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിന്റെ അച്ഛൻ എപ്പം നോക്കിയാലും ഇങ്ങനെ ചെയ്യുന്നത്? അത് ശ്രീകാന്തെ, നീ അവരുടെ അടുത്ത് തന്നെ പോയി ചോദിക്കണം. പിന്നെ ഇത് ഗേൾസിന് മാത്രമുള്ള ഫംഗ്ഷൻ അല്ലേ, അതിന് അവര് വന്നാൽ എന്താ വന്നില്ലെങ്കിൽ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ അങ്ങ് പോവാണ് കേട്ടോ. അവൾക്ക് പ്രത്യേകിച്ച് ഒരു കൂസലൊന്നുമില്ല. അത് കഴിഞ്ഞ് മീര അങ്ങോട്ടേക്ക് ശ്രുതി പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട്. മീരയെ കണ്ടോടെ തന്നെ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ചോ എന്ന് ചോദിച്ചിട്ട് അവൾ മേടിച്ച സാധനങ്ങളൊക്കെ കയ്യിൽ വാങ്ങുന്നുണ്ട്. ഇന്നെങ്കിലും സച്ചിയുടെ ഫോൺ എടുക്കാൻ വേണ്ടി പറ്റുമോ എന്ന് മീര ചോദിക്കുമ്പോൾ, ഇന്ന് എടുത്തേ പറ്റുള്ളൂ, അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. എന്തെടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ശ്രുതി കേട്ടുകൊണ്ട് വന്ന് അങ്ങോട്ടേക്ക് ചോദിക്കുന്നുണ്ട്. ഇതെടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് ആന്റി എന്ന് പറഞ്ഞിട്ട് വേഗം ആന്റിക്ക് അരികിലേക്ക് അങ്ങ് ശ്രുതി പോകുന്നുണ്ട്. ആന്റിയുടെ അടുത്ത് ചെന്നിട്ട്, ഡാൻസിന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആന്റി, അതിന് വേണ്ടിയിട്ട് മേടിച്ചതാന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കോല് വെച്ചിട്ട് കളിക്കുന്ന ഡാൻസ് ആണ്. ഇത് കണ്ടിട്ട് വർഷയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഡാൻസ് കളിക്കുക എന്നുള്ള ഒരു പ്ലാനിങ്ങിൽ എത്തുവാണ്. ഇന്ന് എന്തായാലും മിസ്സാവാൻ വേണ്ടി പാടില്ല, സച്ചിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ എടുത്തേ പറ്റുള്ളൂ എന്നുള്ള കാര്യം രണ്ടുപേരും അവിടെ നിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ദേവ് വരുന്നുണ്ട്. ദേവ് കണ്ട ഉടനെ തന്നെ അമ്മ വന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുവാണേ. ഇല്ല, അമ്മയ്ക്ക് ഇന്ന് കുറച്ച് പൂവിന്റെ ഓർഡർ കൂടുതലുണ്ട്, അതുകൊണ്ട് പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, അതാ ഞാൻ തനിയെ വന്നത്. ദേവുവിനെ കണ്ടിട്ട് വർഷയും ശ്രീകാന്തും അരികിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഡാൻസ് കളിക്കാൻ അറിയോ എന്ന്? ആ അറിയാം, ഇന്ന് ശ്രുതി ചേച്ചിയുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. ഓ അങ്ങനെയാണെങ്കിൽ നമുക്ക് കളിക്കാലോ എന്ന് ദേവും പറയാണ്. ഇതൊക്കെ ചെയ്തതിന് ശേഷം എല്ലാവരും കൂടി ചേർന്നിട്ട് ഡാൻസ് കളിക്കുവാണ്. രേവതിയും അതുപോലെ ദേവും കളിക്കുന്നില്ല അവരുടെ കൂടെ. ദേവു ആണെങ്കിൽ വാ രേവതി ചേച്ചി നമുക്കും പോയി കളിക്കാന്ന് പറയുന്നുണ്ടേ. വേണ്ട എന്ന് രേവതി പറയുന്നുണ്ടെങ്കിലും ദേവ് നിർബന്ധിച്ചിട്ട് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ചന്ദ്രയാണെങ്കിൽ ഇടയിൽ കയറിയിട്ട്, നീ എങ്ങോട്ടാടി പോകുന്നത്? വന്നവരെയൊക്കെ നോക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. ഇത് കേട്ട ദേവു എല്ലാവരും നോക്കിയിട്ട്, ആന്റി നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് രേവതിയും കൂട്ടിയിട്ട് അങ്ങ് കളിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് കളിക്കുമ്പോൾ സച്ചി ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട്. കോല് വെച്ച് ഇങ്ങനെ തട്ടിയിട്ട് ഒരു പ്രത്യേകതരം ഡാൻസ് ആട്ടോ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീകാന്തിനെയും വർഷയും അതുപോലെ സുധിയൊക്കെ വിളിക്കുന്നുണ്ട്. സച്ചി ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ദേവു ആണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചിയും അങ്ങനെ കോലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. വിളിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടൊക്കെ കൊട്ടുന്നുണ്ട്. രേവതിയുടെ കയ്യിൽ സച്ചിയുടെ ഫോൺ വരുവാണ് കേട്ടോ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മീരയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ പോയിട്ട് രേവതിയുടെ കയ്യിൽ നിന്നും എങ്ങനെങ്കിലും ഫോൺ മേടിക്കുകയെന്ന്. ശരിയെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അടുത്ത് കളിച്ചോളാൻ വേണ്ടി മീര പറയുകയും മീര വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കൈക്കലാക്കുകയാണ് കേട്ടോ. ഫോൺ കിട്ടിയെന്ന് മനസ്സിലാക്കുന്ന ഉടനെ തന്നെ അടുക്കളയിലേക്ക് വരാൻ വേണ്ടിയിട്ട് മീരയുടെ അടുത്ത് ശ്രുതി പറയുന്നുണ്ട്. അതിന്റെ പുറകെ തന്നെ ശ്രുതിയും. പക്ഷെ മീരയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവാണ്. ഇപ്പൊ ഇത് ചെയ്യണോ? കാരണം സച്ചിയും അതുപോലെ രേവതിയും ഭയങ്കര സന്തോഷത്തിലാണെന്ന് പറയുകയാണേ. അവരുടെ സന്തോഷം കെടുത്തണോ ഈ കാര്യം ഇപ്പോൾ പുറത്ത് വന്നാലെന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ എന്റെ സന്തോഷം പോയാലും നിനക്ക് കുഴപ്പമില്ല അല്ലേടി, അതിന് നമുക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ആലോചിച്ചാൽ പോകും. ഇതല്ലാതെ മറ്റൊരു വഴി എനിക്കില്ല. അവരെന്തായാലും വീട്ടിൽ പിടിക്കപ്പെടണം, അതുമാത്രമാണ് ഇപ്പൊ എന്റെ രക്ഷ. എങ്കിൽ മാത്രമേ ആന്റണിയും ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുള്ളൂ. കൈയെടുത്തിട്ടേ നീ പോയിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കുക എന്ന് പറഞ്ഞിട്ട് മീരയെ വഴിയിലങ്ങ് നിർത്തുവാണേ. അങ്ങനെ ഫോണിൽ വീഡിയോ കിട്ടുവാണ്. അതേസമയം രേവതിക്കാണെങ്കിൽ ഇങ്ങനെ കൊട്ടി ക്ഷീണമായപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനുള്ളതൊക്കെ എടുത്തു വെക്കാം എന്ന് പറഞ്ഞിട്ട് രേവതി പോകുമ്പോൾ സച്ചി വാ ഇങ്ങോട്ട് കളിക്കാന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കുന്നുണ്ട്. സച്ചിനൊന്ന് പോയി പറഞ്ഞിട്ട് രേവതി അങ്ങ് ഓടുവാണ് അടുക്കളയിലേക്ക്. അതിന്റെ പുറകെ നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സച്ചിയും പുറകെ ചെല്ലുന്നുണ്ട്. വാ എന്ന് പറഞ്ഞ് വിളിക്കാനാണ്. എന്നാൽ ഇവർക്ക് വീഡിയോ കിട്ടുന്നതും ആ കറക്റ്റ് സമയത്താണ്. വീഡിയോ കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സച്ചിൻ രേവതിയും കൂടി ഓടിയിട്ടാണല്ലോ വരുന്നത്. ഇവരവിടെ ഉണ്ടെന്നുള്ള കാര്യം പ്രതീക്ഷിക്കുന്നില്ല. വന്നിട്ട് ഫോൺ അങ്ങ് തട്ടുകയും ഫോൺ താഴെ വീഴുകയും ചെയ്യുന്നുണ്ട്. അയ്യോ നിങ്ങൾ തട്ടിപ്പോയില്ല, എന്തെങ്കിലും പറ്റിയെന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഫോൺ താഴെ കിടക്കുന്നത് കാണുന്നത്. സച്ചേട്ടാ ഇത് സച്ചേട്ടന്റെ ഫോണാണല്ലോ എന്നുള്ള
എന്നുള്ള കാര്യം രേവതി ചോദിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അയ്യോ ഫോൺ പൊട്ടിയല്ലോ. അല്ല എന്റെ ഫോൺ എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ വന്നത്? ഞാനാണ് മീരയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതെന്ന് രേവതി പറയുന്നുണ്ട്. അതെ, ആ വീഡിയോ ആണ് ഞങ്ങൾ കണ്ടതെന്നുള്ള കാര്യം ശ്രുതിയും ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പക്ഷെ സച്ചിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. സച്ചി, എനിക്ക് അറിയുന്ന ഒരു കടയുണ്ട്, ഞാൻ ഫോൺ റെഡിയാക്കി തരാം എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. വേണ്ട, അത് ഞാൻ തന്നെ ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി ആ ഫോൺ മേടിച്ചിട്ട് അങ്ങ് പോകുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞ ശേഷം എന്താടി വീഡിയോ കിട്ടിയോന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, അതിനു മുമ്പ് അവർ വന്നല്ലോ. അത് നിന്റെ കയ്യിൽ വരരുത് എന്നുള്ള കാര്യമാണ് നിയോഗം, അതുകൊണ്ടാണ് നിനക്ക് കിട്ടാണ്ടിരുന്നത്. ഇപ്പൊ ഫോണും പോയി, ഫോൺ പൊട്ടിയതുകൊണ്ട് ഇനിയിപ്പോ എങ്ങനെയാ വീഡിയോ എടുക്കുക എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് നിൽക്കുവാണ് കേട്ടോ ശ്രുതി.